നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ബ്ലാക്ക് മണി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ ബ്ലാക്ക് മണി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് പോവുകയുണ്ടായി. അതായത് ഒരു നാളൊരു ദിവസം നമ്മളെ ബഡ്ജറ്റിന് മുമ്പുള്ള എക്കണോമിക് സർവേ 2026 എക്കണോമിക് സർവേയിൽ അതിനെ പറ്റിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വലിയ ഭീഷണിയൊന്നുമില്ല, സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അത് നമ്മൾ റിലീസ് ചെയ്യും. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മുമ്പ് തന്നെ നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഭീഷണി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലെറ്ററുകൾ, ഒരു കൊയർഷൻ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം എനിക്ക് ഒരു 1.5 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള ഭീകരപ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കോടിക്കണക്കിന് രൂപ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തു. അതിൽ വൺ ഓഫ് ദ ഐറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ വായിച്ചത്. അതായത് എക്കണോമിക് സർവേയുടെ ആ ഒരു ഭാഗമായിട്ടുള്ളതിൽ ഒരു 1-2 പാരഗ്രാഫ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് 25,000 പേർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മെസ്സേജ് അയച്ചു, SMS അയച്ചു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. മെസ്സേജിൻ്റെ കണ്ടന്റ് ഭയങ്കര രസമാണ്. നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേണിൽ നിങ്ങൾ എന്ത് ഫോറിൻ അസറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങളത് വിട്ടുപോയോ ഫയൽ ചെയ്യാനായിട്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഫോറിൻ അസറ്റ്സ് ഉള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അപ്പോൾ നാച്ചുറലി നമ്മൾ നോക്കുമല്ലോ, ഈ ഫോറിൻ അസറ്റ്സ് വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഭീകര ഫൈനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ജനറലി അവർ നോക്കുമ്പോൾ ഓക്കെ ഫോറിൻ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ ഐദർ എന്ത് ചെയ്യുന്നു, അവരുടെ റിട്ടേൺ December 31 റിവൈസ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ SMS പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, ജനുവരിയിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരൊറ്റ SMS ഉണ്ടല്ലോ, ഈ ഒരു 25,000 പേർക്ക് അയച്ച SMS എന്ന് പറഞ്ഞാൽ ഒരു 1 rupee നോക്കി, ഒരു 1 rupee ചിലവ് കൂട്ടുകയാണെങ്കിൽ 25,000 രൂപയായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിന് ചിലവ് വന്നേക്കുന്നത്. 1,000 കോടി രൂപയാണ് കളക്ട് ചെയ്തത് 25,000 SMS അയച്ചിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ആക്ച്വലി ഇത് ബ്ലാക്ക് മണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് ബ്ലാക്ക് മണി ആക്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്ട് ഉണ്ട്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിലല്ല ഇത് വരുന്നത്. ഈ ഫോറിൻ അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിലല്ല വരുന്നത്. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ആക്ച്വലി ബ്ലാക്ക് മണി ആക്ടിലാണ് വരുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ടിലല്ല അത് വരുന്നത്. പക്ഷേ ഇത് വേറൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണല്ലോ. അപ്പോൾ ED അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് മണി ആക്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റൈറ്റ് കൊടുത്തേക്കുന്നത് ഇൻകം ടാക്സിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു റിലാക്സേഷനാണ്, ശരിക്കും നല്ല റിലാക്സേഷനാണ്. അതായത് നമ്മളെപ്പോഴെങ്കിലും ഇത് അതായത് നമ്മളെ ഫോറിൻ അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ up to 20 lakhs വരെയുള്ള ഫോറിൻ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നേക്കാണ്. അതിന് അഗെയിൻസ്റ്റ് പ്രൊസീഡിങ്സ് വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 20 lakhsൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വരില്ല കേട്ടോ. സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അസറ്റ് ഉണ്ട്, ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഇന്ത്യൻ റുപ്പിയിൽ അതിൻ്റെ വാല്യൂ ബിലോ 20 lakhs ആണ്, പക്ഷേ അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്ലാക്ക് മണി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു റിലാക്സേഷൻ നമ്മുടെ ബഡ്ജറ്റിലുള്ളത്. അതുപോലെ തന്നെ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1-time സ്കീം ഗവൺമെൻറ് കൊണ്ടുവരാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതൊരു 6 മാസം സമയത്തിൻ്റെ ഉള്ളിൽ ഒരു ഫോം
ഡിക്ലറേഷൻ, നമ്മുടെ ഫോറിൻ അസറ്റിന്റെ ഡിക്ലറേഷൻ കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗവൺമെന്റ് പലപ്പോഴും ഇതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്കീമുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന സ്കീം എന്ന് പറയുന്നത്, ഇപ്പൊ സേ നിങ്ങൾക്ക് ഒരു അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ഉണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അക്വയർ ചെയ്തതാണ്, അതായത് നിങ്ങളുടെ നാച്ചുറൽ റൂട്ടിൽ നിങ്ങളുടെ റെഗുലർ ഇൻകം കൊണ്ട് പക്ഷെ നിങ്ങളൊരു ഫോറിൻ അസറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി ഇതൊക്കെ അപ്ലിക്കബിൾ ആവുന്നത് റെസിഡൻസിനാണ്, അല്ലാതെ നോൺ റെസിഡൻസിനല്ല. അപ്പൊ ഇതിൽ പല ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് നോൺ റെസിഡൻസ്, കാരണം നോൺ റെസിഡൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ പല പല ഇൻവെസ്റ്റ്മെന്റുകൾ ഇൻകോക്കി ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആസ് ആൻഡ് വൺ യു ബിക്കം റെസിഡൻറ്റ്, നമ്മളൊരാൾ നാട്ടിൽ റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോറിൻ ഇൻകം ഉണ്ടായിരിക്കാം, ഫോറിൻ അസറ്റ്സ് ഉണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മുൻപ് ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫൈഡ് സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. ഇപ്പോൾ 1 crore വരെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കോടി വരെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതൊരു പർട്ടിക്കുലർ സ്കീമാണ്. അപ്പം നമ്മുടെ ഒരു 30% അടച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കീമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തടി ഊരി പോരാം എന്നർത്ഥം. പക്ഷേ 30% മാത്രമല്ല, വിത്ത് 100% പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു 1 crore റുപ്പീയുടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 30% എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം പ്ലസ് 30 ലക്ഷം എന്ന് പറഞ്ഞാൽ 60 ലക്ഷം. 60 ലക്ഷം ഒക്കെ അടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊരി പോരാം. അതല്ല, ഒരു അസറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ടൊക്കെ വിട്ടുപോയതാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല, ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഊരി പോരാം. ഇങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെയാണ് വരുന്നത്. പക്ഷെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സ്കീമുകൾ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സ്കീമിന് അനുവദിച്ച സമയം കഴിയുമ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസസ്മെന്റ് നോട്ടീസ് എല്ലാവർക്കും കിട്ടും. കാരണം ഗവൺമെന്റിൽ ഓൾറെഡി ഡേറ്റ ഉണ്ടാവും, അവർക്ക് എങ്ങനെയെങ്കിലും ആ ഡേറ്റ കിട്ടിയിട്ടുണ്ടാവും. അവരത് നിങ്ങൾക്ക് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ നഡ്ജ് പോലെ തന്നെ ഒരു അവസരം തരാണ്. അപ്പൊ സാമം ഭേദം ദണ്ഡം എന്നൊക്കെ പറയുന്ന കണക്ക് ആദ്യം നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വില്ലിംഗ്ലി ചെയ്യാം ആക്ടില് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഭേദമാണ് ഈ മെസ്സേജസ്, റിമൈൻഡർ, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഈവൻ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നാൽ തന്നെ പറയാ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ കണ്ടു, ക്യാഷ് ഡെപ്പോസിറ്റ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പോലെ തന്നെ ഒരു സംഭവമാണ്. ഇങ്ങനൊരു സ്കീം കൊണ്ടുവരണം. ഇതൊരു 1 time ആണ്. നമ്മൾ പല ആക്ടിന്റെ ഹിസ്റ്ററികൾ പരിശോധിച്ചാലും ഇങ്ങനെയുള്ള സ്കീമുകൾ 1 time കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം വോളണ്ടറി ആയിട്ട് ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കണക്കായിരിക്കും കാര്യങ്ങൾ പോവാ. അതായത് ഇതൊരു അവസരമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിമോണിറ്റൈസേഷൻ ഒക്കെ വന്ന സമയത്ത് ഇതുപോലെ ഡിക്ലറേഷൻ സ്കീമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡിക്ലറേഷൻ സ്കീമുകളൊക്കെ എന്ന് സ്റ്റോപ്പ് ചെയ്തോ അവിടെ തൊട്ട് വേറെ റിഗറസ് ആയിട്ടുള്ള നോട്ടീസുകൾ, പെനാൽറ്റി. കാരണം അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ എല്ലാ ഡാറ്റയും ഉണ്ട്. 100 ആൾക്കാർ ഫോറിൻ അസറ്റ്സും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഒപ്റ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ പൈസ അടച്ച് തടി ഊരി പോരാം. ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കളത്തിലിറങ്ങി കളിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ കോമൺ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റെസിഡന്റ് ആയിരിക്കുന്ന ഒരാള് ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്താൽ കൂടി ആള് മേ ബി മുൻ NRI ആയിരുന്നിരിക്കും. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻകങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോറിൻ അസറ്റ്സ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ അതൊന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഡിക്ലറേഷന്റെ കാര്യം ഉണ്ടാവുള്ളൂ. ചില കേസിൽ ഇൻകം പോലെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതൊരു ഇങ്ങനൊരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കാനായിട്ട് നോക്കാം നമ്മൾ, ഇതുപോലെ ഫോറിൻ അസറ്റ്സും ഇൻകമൊക്കെ ഉള്ള ആളുകൾ. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മളുടെ പല ആളുകളും എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി, പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം പല ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു.
ഏപ്രിൽ തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത് പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായാലും ജോയിൻ ചെയ്യുക. നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AI ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, AI ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല, നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.